ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. സോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ കുറച്ച് ടെസ്റ്റുകളെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ടെസ്റ്റ് ടു ഡിറ്റർമൈൻ ജൂറിസ്ഡിക്ഷൻ ഇൻ ഇൻ്റർനെറ്റ് ലോസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ആൻഡ് അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി 2 ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ അതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആൻഡ് അത് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക, കാര്യം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതെന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് മൂന്നാമത്തേത് നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് personal jurisdiction is the competence of a court to determine a case against a particular category of persons. അതായത് ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് എതിരെ ഒരു കേസ് വരുന്ന സമയത്ത് അതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിക്കുള്ള ആ ഒരു കോമ്പീറ്റൻസ്, അതിനെയാണ് നമ്മൾ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് നാച്ചുറലും ആകാം, അതുപോലെ തന്നെ ജുഡീഷ്യൽ പേഴ്സണും ആകാം. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്താണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്? വെദർ ഓർ നോട്ട് ദ പേഴ്സൺ ഈസ് സബ്ജക്ട് ടു ദ കോർട്ട് ഇൻ വിച്ച് ദ കേസ് ഇസ് ഫയൽഡ്. എവിടാണോ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആ ഒരു കോടതിക്ക് ഈ പറയുന്ന ഒരാൾ, ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടല്ലോ, ആ ഒരാൾ സബ്ജക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അതാണ് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ മെയിനായിട്ട് എന്താ നോക്കുന്നത്? അയാളുടെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ആണ് നോക്കുന്നത്. വെദർ ദ പേഴ്സൺ വാസ് എ റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. അല്ല റെസിഡൻ്റ് ആണോ അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ളതല്ല അവിടുത്തെ കാര്യം. റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ തന്നെ താമസിക്കുന്ന ആൾ. നോൺ റെസിഡൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ അല്ല, അയാളുടെ റെസിഡൻസ് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അങ്ങനെ അയാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ളതല്ല അവിടുത്തെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. പോയിൻ്റ് എന്താണ്? ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ആ ഇഷ്യൂവിനെ എങ്ങനെയായിരിക്കും പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? ഫിസിക്കൽ പ്രസൻസോടെ അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പം if he is a resident, then there is no doubt about his being subject to the municipal laws. ഒരാൾ അവിടുത്തെ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുനിസിപ്പൽ ലോസിന് അയാൾ സബ്ജക്റ്റഡ് ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഈ ഒരു പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ്റെ അകത്ത് തന്നെ നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. ജനറൽ പേഴ്സണൽ ജൂറിസ്ഡിക്ഷനും വരുന്നുണ്ട്, സ്പെസിഫിക് പേഴ്സണൽ ജൂറിസ്ഡിക്ഷനും വരുന്നുണ്ട്. സോ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പേഴ്സൺസ്, അതിപ്പം നാച്ചുറൽ ആകാം, ജുഡീഷ്യൽ ആകാം, അവർക്ക് എതിരെ ഒരു കേസ് വരുന്ന സമയത്ത് അത് ഡിറ്റർമൈൻ ചെയ്യണം കോടതിക്ക്. അപ്പോൾ കോടതിയുടെ കോമ്പീറ്റൻസ്, അതാണ് കോമ്പീറ്റൻസ് ഓഫ് എ കോർട്ട് ടു ഡിറ്റർമൈൻ എ കേസ് എഗെയിൻസ്റ്റ് എ പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പേഴ്സൺ. അതാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതിന് എന്താവശ്യമാണ്? ഒരു ഡിറ്റർമിനേഷൻ ആവശ്യമാണ്. എന്തിനെ വേണം ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്? വെദർ ഓർ നോട്ട് ദ പേഴ്സൺ ഈസ് സബ്ജക്ട് ടു ദി കോർട്ട് ഇൻ വിച്ച് ദ കേസ് ഇസ് ഫയൽഡ്. എവിടാണോ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആ ഒരു കോടതിക്ക് ഇയാൾ സബ്ജക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം വേണം അവിടെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്. 3 എന്താണ്? പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എപ്പോഴും ഒരു ഇഷ്യൂവിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ആ ഒരു ഫിസിക്കൽ പ്രസൻസിൻ്റെ പോയിന്റിൽ നിന്നായിരിക്കും നോക്കുന്നത്. അവിടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതല്ലാതെ അയാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഒരാൾ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ അയാൾ ആ ഒരു മുനിസിപ്പൽ ലോസിന് സബ്ജക്റ്റഡ് ആകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ 2 ക്ലാസിഫിക്കേഷൻ, അത് നമുക്ക് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ഈ ജനറൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എ പേഴ്സൺ ടു ദ പവർ ഓഫ് ആപ്ലിക്കബിൾ കോർട്ട് വിത്ത് റെസ്പെക്ട് ടു എനി കോസ് ഓഫ് ആക്ഷൻ ദാറ്റ് മൈറ്റ് ബി ബ്രോട്ട്. ഇറ്റ് ഹാസ് ഹിസ്റ്റോറിക്കലി റിലേഡ് ഓൺ വെരി ക്ലോസ് കോണ്ടാക്ട് ഓഫ് ദ പേഴ്സൺ വിത്ത് ദ സ്റ്റേറ്റ് സച്ച് ആസ് റെസിഡൻസി or domicile within the state, physical presence in the state at the time of service of process, or some other substantial, continuous and systematic contact with the forum state. എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ജൂറിസ്ഡിക്ഷൻ എന്താണെന്നാണ് പറയുന്നത്. അതായത് ജനറൽ ജൂറിസ്ഡിക്ഷൻ ഒരാളെ സബ്ജക്റ്റഡ് ആക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്തിനാണ് സബ്ജക്റ്റഡ് ആക്കുന്നത്? ടു ദ പവർ ഓഫ് ദ ആപ്ലിക്കബിൾ കോർട്ട്. ഒരു കോടതിയുടെ അധികാരത്തിന് സബ്ജക്റ്റഡ് ആക്കുകയാണ് ഒരാളെ. അപ്പോൾ ഈ ഒരു കോടതിക്ക് ഈ ഒരു അധികാരം കിട്ടുന്നത് എങ്ങനെയാണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എനി കോസ് ഓഫ് ആക്ഷൻ ദാറ്റ് മൈറ്റ് ബി ബ്രോട്ട്. അതായത് എന്തെങ്കിലും ഒരു കോസ് ഓഫ് ആക്ഷൻ വന്നു,
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കോടതിയാണ് വരുന്നത്, അതാണ് ആപ്ലിക്കബിൾ കോഡ് എന്ന് പറയുന്നത്. അവിടെ ആപ്ലിക്കബിളായിട്ടുള്ള ഒരു കോടതിക്ക് ഒരു പവർ കാണും. അങ്ങനെ ആ പവറുള്ള കോടതിക്ക് ഈ ഒരാളെ സബ്ജക്റ്റഡ് ആക്കുകയാണ്, ആ കോടതിയുടെ അണ്ടറിൽ ആ ഒരു കൺട്രോളിൽ അയാളെ കൊണ്ടുവരികയാണ്. അതാണ് ജനറൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ജനറലി ആ ഒരു മാറ്ററായിട്ട് ബന്ധപ്പെട്ട് ഏത് കോർട്ടിലാണ് വരുന്നത് അത്. അപ്പോൾ ഇവിടെ it has historically relied on very close contact of the person with the state എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു സ്റ്റേറ്റുമായിട്ട് ഏറ്റവും ക്ലോസ് റിലേഷൻ ഉള്ള ആൾക്കാരായിരിക്കും മെയിനായിട്ട് ഈ ജനറൽ പേഴ്സണൽ ജൂറിസ്ഡിക്ഷനകത്ത് വരുന്നത്. അതിന് എക്സാമ്പിൾസ് പറയുകയാണ്. എന്താണ്? റെസിഡൻസി ഓർ ഡൊമിസൈൽ വിത്തിൻ ദ സ്റ്റേറ്റ്, ഫിസിക്കൽ പ്രസൻസ് ഇൻ ദ സ്റ്റേറ്റ് അറ്റ് ദ ടൈം ഓഫ് സർവീസ് ഓഫ് പ്രോസസ്, ഓർ സം അതർ സബ്സ്റ്റാൻഷ്യൽ കണ്ടിന്യൂസ് ആൻഡ് സിസ്റ്റമാറ്റിക് കോണ്ടാക്ട് വിത്ത് ദ ഫോറിൻ സ്റ്റേറ്റ്. അതായത് ജനറൽ ജൂറിസ്ഡിക്ഷൻ ആർക്കൊക്കെയാണ് വരുന്നത്? ഒന്നുകിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ തന്നെ ഡൊമിസൈലായിട്ടുള്ള ഒരാൾക്ക്, അവിടെ തന്നെ ജനിക്കുന്നവർ, അതാണ് ഈ ഡൊമിസൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത എന്താ പറയുന്നത്, ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റേറ്റിൽ ഫിസിക്കൽ പ്രസൻസ് ഉള്ള അയാൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഈ ഫോറം സ്റ്റേറ്റുമായിട്ട് സിസ്റ്റമാറ്റിക് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്റ്റോ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു രീതിയിൽ. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ്, ഇങ്ങനെ ക്ലോസ് കോണ്ടാക്റ്റ് വരുമ്പോഴാണ് ജനറൽ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ അവിടെ വരുന്നത്. അതുപോലെ നമുക്ക് സ്പെസിഫിക് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പെസിഫിക് ജൂറിസ്ഡിക്ഷൻ റെഫേഴ്സ് ടു ദ പവർ ഓഫ് ദ ആപ്ലിക്കബിൾ കോർട്ട് വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ബേസ്ഡ് അപ്പോൺ സം സെറ്റ് ഓഫ് മിനിമം കോണ്ടാക്ട് വിത്ത് ദ ഫോറം സ്റ്റേറ്റ് ദാറ്റ് റിലേറ്റ് ടു ദ കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഇവിടെ എന്താ പറയുന്നത്, ഒരു ആപ്ലിക്കബിൾ കോർട്ടിൻ്റെ പവർ തന്നെയാണ് പറയുന്നത്. മറ്റേടത്ത് നമ്മൾ ആപ്ലിക്കബിൾ കോർട്ടിൻ്റെ പവർ തന്നെ ആയിരുന്നു. ഇവിടെ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എനി കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. അവിടെ വരുന്ന ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ വന്നാലും കോടതിക്ക് ആപ്ലിക്കബിളായിട്ടുള്ള കോർട്ടിനുള്ള പവറാണ്. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു ആപ്ലിക്കബിൾ കോർട്ടിൻ്റെ പവറാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്തിനെ ബേസ് ചെയ്തായിരിക്കും അവിടെ ആ ഒരു പവർ എക്സസൈസ് ചെയ്യുന്നത്? അപ്പോൺ സം സെറ്റ് ഓഫ് മിനിമം കോണ്ടാക്ട് വിത്ത് ദ ഫോറം സ്റ്റേറ്റ് ആയിരിക്കും. അതായത് കോഴ്സ് ഓഫ് ആക്ഷൻ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ ഒരു ഫോറം സ്റ്റേറ്റുമായിട്ട് മിനിമം കോണ്ടാക്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ ഒരു ഡിഫൻഡൻറ്റിനെ എന്തിന് അലോ ചെയ്യുന്നുണ്ട്? to be sued in a forum only on the basis of the defendant's contact with the forum. അതായത് ഈ പറയുന്ന സ്പെസിഫിക് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് ഒരു ഡിഫൻഡൻറ്റിനെ സ്യൂ ചെയ്യാനായിട്ട്, അതായത് ഡിഫൻഡൻറ്റിനെ വിചാരണ ചെയ്യാനായിട്ട് ആ ഒരു ഫോറത്തിന് പറ്റും. എന്തിൻ്റെ ബേസിസിലാണ്? ആ ഡിഫൻഡൻറ്റിന് ആ ഒരു ഫോറം സ്റ്റേറ്റുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള ബേസിസിൽ ഡിഫൻഡൻറ്റിനെ സ്യൂ ചെയ്യാനായിട്ട് ഈ സ്പെസിഫിക് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ വെച്ചിട്ട് പറ്റും. ആ ഒരു മിനിമം കോണ്ടാക്റ്റ് അവിടെ വന്നാൽ മതി. മറ്റേതെന്താ നമ്മൾ പറഞ്ഞ വെരി ക്ലോസ് കോണ്ടാക്റ്റ് ആയിരിക്കണം, ഡൊമിസൈലായിരിക്കണം, അല്ലെങ്കിൽ അയാൾ അവിടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടായിരിക്കണം, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ അങ്ങനെ മെയിനായിട്ട് പറയുന്നത് എന്താണ്? ജസ്റ്റ് ആ ഒരാളുടെ കോണ്ടാക്റ്റ് മതി, വെരി ക്ലോസ് കോണ്ടാക്റ്റ് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നോക്കേണ്ടത്, where a civil action has been brought based on a defendant's internet activities, court have generally declined to assert personal jurisdiction solely on the basis of web advertising. Instead, courts have looked for more active contact with the forum, such as internet sale to the forum resident, conducting business in the forum state through numerous contacts, or entering into specific dealing with the forum residents. അതായത് ഒരു സിവിൽ ആക്ഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഡിഫൻഡൻറ്റിൻ്റെ ഇൻ്റർനെറ്റ് ആക്ടിവിറ്റീസായിട്ട് ബന്ധപ്പെട്ട് ഒരു സിവിൽ ആക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സിവിൽ നടപടി എടുക്കണം. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കോടതിക്ക് ജനറലി അവർ എന്ത് പറഞ്ഞു? ഈ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ പറയുന്നത് വെബ് അഡ്വർടൈസിങ്ങിൻ്റെ ബേസിസിൽ മാത്രം തീരുമാനിക്കാൻ പറ്റത്തില്ല എന്ന് കോടതി പറഞ്ഞു. പകരം കോടതി എന്താ പറഞ്ഞത്? കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ആക്റ്റീവ് കോണ്ടാക്റ്റ് അവിടെ വേണം. ഒന്നെങ്കിൽ ഫോറം സ്റ്റേറ്റുമായിട്ട്, അതായത് ഇപ്പോൾ ഫോറം റെസിഡൻസിന് എന്തെങ്കിലും ഇൻ്റർനെറ്റ് സെയിലുകൾ നടത്തുക, അല്ലെങ്കിൽ ഫോറം സ്റ്റേറ്റിൽ ന്യൂമറസ് കോണ്ടാക്റ്റുകൾ വഴി ബിസിനസ് നടത്തുക. അതല്ലെന്നുണ്ടെങ്കിൽ ഫോറം റെസിഡൻസുമായിട്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഡീലിങ്ങിലേക്ക് എൻ്റർ ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറച്ചുകൂടെ ആക്റ്റീവ് കോണ്ടാക്റ്റ് ഫോറവുമായിട്ട് വേണം എന്നാണ് കോടതി പറഞ്ഞത് സിവിൽ ആക്ഷൻ വരുന്ന സമയത്ത്.
സോ ഇതാണ് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പം കോടതിയുടെ ആ ഒരു കോമ്പീറ്റൻസിനെയാണ് നമ്മൾ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു ഡിറ്റർമൈൻ എ കേസ് അഗെയിൻസ്റ്റ് എ പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പേഴ്സൺസ്. അത് നാച്ചുറലാകാം, ജുഡീഷ്യലാകാം. അവിടെ ഡിറ്റർമിനേഷൻ എന്താണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്? ആ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ആ ഒരു കോർട്ടിന് ഈ ഒരാൾ സബ്ജക്റ്റഡ് ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. പിന്നെ ഇവിടെ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പം ഒരു പോയിൻ്റ് ഓഫ് ഫിസിക്കൽ പ്രസൻസിൽ നിന്നാണ് നോക്കുന്നത്. അയാൾ റെസിഡൻറ്റ് ആണോ, വെദർ ദ പേഴ്സൺ വാസ് എ റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ്. അതുപോലെ നമ്മൾ അതിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞായിരുന്നു. ജനറൽ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്നും സ്പെസിഫിക് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്നും. അതിൽ ജനറൽ എന്താണ്? ജനറൽ എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ആപ്ലിക്കബിൾ കോർട്ടിൻ്റെ പവറിലേക്ക് സബ്ജക്റ്റഡ് ആകുകയാണ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു എനി കോസ് ഓഫ് ആക്ഷൻ ദാറ്റ് മൈറ്റ് ബി ബ്രോട്ട്. സ്പെസിഫിക് എന്ന് പറയുമ്പം ഒരു പെർട്ടിക്കുലർ കോസ് ഓഫ് ആക്ഷൻ ആണ്. അവിടെ മിനിമം കോണ്ടാക്റ്റ് മതി. പക്ഷേ ഇവിടെ ആണെങ്കിൽ എന്താണ്? വെരി ക്ലോസ് കോണ്ടാക്റ്റ് വേണം. അത് ഡൊമിസൈൽ, റെസിഡൻസി, അതുപോലെ തന്നെ ഫിസിക്കൽ പ്രസൻസ് ഇൻ ദ സ്റ്റേറ്റ് ആകാം. പിന്നെ മറ്റെന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ, കണ്ടിന്യൂസ് ആൻഡ് സിസ്റ്റമാറ്റിക് കോണ്ടാക്റ്റ് ആകാം ഫോറം സ്റ്റേറ്റുമായിട്ട്. സ്പെസിഫിക് പേഴ്സണൽ ജൂറിസ്ഡിക്ഷനകത്ത് ഒരു ആപ്ലിക്കബിൾ കോർട്ടിൻ്റെ പവർ തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ കോസ് ഓഫ് ആക്ഷൻ ആണ് വരുന്നത്. ബേസ്ഡ് അപ്പോൺ സം സെറ്റ് ഓഫ് മിനിമം കോണ്ടാക്റ്റ് ആണ് വരുന്നത്. പിന്നീട് ഈ സ്പെസിഫിക് പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ ഒരാളെ അലോ ചെയ്യുന്നുണ്ട്. ഒരു ഡിഫൻഡൻറ്റിനെ സ്യൂ ചെയ്യാനായിട്ട് പറ്റും. അത് ആ ഡിഫൻഡൻറ്റിൻ്റെ കോണ്ടാക്റ്റിൻ്റെ ബേസിസിൽ മാത്രമായിട്ട് ആളെ സ്യൂ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സിവിൽ ആക്ഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. അതായത് എന്താണ്, കോടതി പറഞ്ഞു ഈ ഒരു വെബ് അഡ്വർടൈസിങ്ങിൻ്റെ ബേസിസിൽ പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നും, പകരം എന്താണ്, കുറച്ചുകൂടെ ആക്റ്റീവ് കോണ്ടാക്റ്റ് നോക്കണം. അതായത് റെസിഡൻസുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഒരു സ്പെസിഫിക് ഡീലിങ്ങിലേക്ക് അവർ എൻ്റർ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫോറം സ്റ്റേറ്റിൽ ഒരു ബിസിനസ് അവർ നടത്തി, അതല്ലെന്നുണ്ടെങ്കിൽ ഫോറം റെസിഡൻസുമായിട്ടൊരു ഇൻ്റർനെറ്റ് സെയിൽ നടത്തി. ഇങ്ങനെയൊക്കെ കുറച്ച് ഒരു ആക്റ്റീവായിട്ടുള്ള കോണ്ടാക്റ്റ് വേണം എന്നാണ് കോടതി പറഞ്ഞത്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പേഴ്സണൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് ബാക്കി ടെസ്റ്റുകൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.